பையனை விட்டு போயிட்டா. என்னால் ஒன்றும் பண்ண முடியல. எல்லாத்துக்கும் காரணம் நான் தான். டேய் திவாகரா, தெரியுமாடா உனக்கு அந்த இறந்து போன குழந்தை யாருன்னு தெரியுமா? என் மகன், எனக்கு பிறந்த மகன். டேய் എടുത്തിട്ട് വാടാ ബോട്ടില്. ഇനിയില്ല മുതലാളി, ഒരുപാടായില്ലേ, തീർന്നു. എടുത്തിട്ട് വാടാ, എനിക്ക് ഇന്നും വേണോ? സത്യവാ മുതലാളി, ഇവിടെ ഉള്ളതെല്ലാം കഴിഞ്ഞു. ഇനി വീട്ടിലേ ഉള്ളൂ. ഓ, ஊருக்காரெல்லாம் சாபேட்டு வாங்கிட்டு தப்பு பண்ணிட்ட. இந்த பொண்ணைய தவிர தப்பு பண்ணிட்ட. മുതലാളി, யாரது? ഞാനാ മുതലാളി, ലോറൻസ്. எங்கடா அவன்? எங்கடா அந்த நாணப்பன்? വീട് சொல்றா, எங்க அவன்? വീട് മുതലാളി. മുതലാളി എന്തേ കാണിക്കണേ? ஏமாத்திட்ட. அந்த பொறுக்கி நான் என்ன ஏமாத்திட்ட. നീ அவங்க ആള് தானே? തേവരെ കള്ളു കുടിച്ച വയറ്റി കിടക്കണം. ഇത് ആൾക്കാരുടെ മെക്കെട്ട് കയറും. என்னடா கூப்பிட்ட? தேவரண்ணா, கள்ளு குடிச்சா வயிற்றுல தான் கிடக்கணும்டா. அறிஞ்சிடுவேன். போய் சொல்ல அந்த நாணப்பு கிட்ட, இந்த தேவரை எவனுக்கு ஏமாத்த முடியாதுன்னு. இந்த பொன்னைய தேவர் உயிரோட இருக்கிற வரைக்கும் இனி ஒரு சவர லோரி கூட இந்த சிவராமபுரத்துக்கு ஏற மாட்டேன். போய் சொல்ற. போ. എടാ ലോറാപ്പി, എന്തായടാ ശിവരാമപുരത്തെ സ്ഥിതി? ഓ, സമരവും പ്രക്ഷോഭവും എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ സംഘടിച്ചിട്ടുണ്ട്. ഒരു മായമ്മ ടീച്ചർ അവരുടെ നേതാവ്. അതൊന്നും കാര്യമാക്കണ്ട, അതൊരു വഴിക്ക് നടക്കും. എടാ, ആ നാണപ്പന്റെ പ്രശ്നം എന്തുവാടാ? അയാളാകെ പേടിച്ച് പണി കൃത്യമട്ട. ലോറാപ്പി, ആ SI സുഗുണൻ അവിടെ ഇല്ലേടാ? വല്ലതും ഉണ്ടെങ്കിൽ അവൻ നോക്കിക്കോളും. പിന്നെ ആ MLA പരശുരാമനോട് കുറച്ച് ദിവസത്തേക്ക് മണ്ഡലത്തിൽ കിടന്ന് കറങ്ങണ്ടാന്ന് പറ. കള്ളും കുടിച്ച് തീവണ്ടിക്ക് തലവെച്ചാണ് ആ തേവറി എത്തുന്നതിലെ പോലീസ് റിപ്പോർട്ട്. അതെ, പിന്നെ ഒരു ചക്കം മഞ്ഞപ്പിത്തം പിടിച്ച് മരിച്ചു. മഞ്ഞപ്പിത്തം പിടിച്ച് ആരൊക്കെ എവിടെയൊക്കെ ചാവുന്നു. അതത്ര ലാഘവത്തോടെ കാണേണ്ട കാര്യമൊന്നുമല്ല. ഹലോ, ഞാൻ അങ്ങോട്ട് തന്നെയാണോ വരുന്നത്? വന്നോണ്ടിരിക്കുക. ആ ശരി.
വക്കീലേ, സർ, സംഗതി പോക്കറ്റിൽ 10 ചക്രം തടയുന്ന ഏർപ്പാടാണെങ്കിലും ഇതൊരുമാതിരി നാറുന്ന ബിസിനസ്സാ. അതുകൊണ്ട് തന്നെ ഈ കച്ചവടത്തിൽ കരാറുകാരൻ ആരാണെന്ന് പോലും നാട്ടുകാർ അറിയാൻ പാടില്ല. ആ ബുദ്ധി നാണപ്പൻ ഇല്ലാത്തത് കൊണ്ടാണ് അയാൾക്ക് തെറ്റുപറ്റിയത്. ഈ ലോറൻസിനെ ഞാൻ എന്തിനാ വിട്ടുകൊടുത്തത്? ഇമാതിരി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയല്ലേ? എന്തായാലും നാണപ്പൻ കൈവിട്ട സ്ഥിതിക്ക് ഈ ബിസിനസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ തന്നെ നാണപ്പനെ വിളിച്ച് കരാർ മാറ്റി എഴുതിക്കാം. ഓ, അതൊന്നും വേണ്ട. ആ ചത്തുപോയ ദേവാരും നാണപ്പനും തമ്മിലുള്ള കരാറല്ലേ, അതങ്ങനെ തന്നെ നിന്നോട്ടെന്നേ. മാസാമാസം നാണപ്പന് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പടി അങ്ങോട്ട് കൊടുത്തേക്കാം. സ്റ്റീപ്പോ, എന്തായാലോ എന്റെ പ്ലാനിന്റെ കാര്യം? കോഴിക്ക് മുല വരുന്നത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി കേട്ടോ. ഈ വിരൽത്തുമ്പിൽ ഇരിക്കുക, ആ മേയറെ മെരുക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ശരിയാക്കാവുന്നേ. മെരുക്കിക്കൊണ്ടിരുന്നാ പോരാ, ശരിയാക്കണം. അതിപ്പോ നമ്മുടെ സ്റ്റീഫൻ സാറല്ലേ, അതൊക്കെ ശരിയായിക്കോളും. അതുപോട്ടെ, ഈ വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ടോ? വക്കീലേ, ഓ, നമുക്കൊന്ന് ക്ലബിൽ കൂടിയാലോ? ആയിക്കോട്ടെ. ഒന്ന് അടിച്ചു പൊളിച്ച് കളയാം. അതെ. വാടാ.